ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി നമ്മളെ സന്തോഷേട്ടനും അമ്മയൊക്കെ എത്തുട്ടോ. അമ്മേൻ്റെ ഇന്നത്തെ റേഡിയേഷനും കഴിഞ്ഞു, ലാസ്റ്റത്തെ. അപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോൾ ഇനി ചികിത്സയല്ല, പിന്നെ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. അതും ഇനി ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 5-ാം തീയതി ചെക്കപ്പിന് പോയാൽ മതി. ഇപ്പോൾ റേഡിയേഷനും കീമോ എല്ലാം കഴിഞ്ഞു. ഇനി പോവുക, അതേപോലെ പോയിട്ട് വരിക, അല്ലാതെ വേറെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ രാത്രി പോരും, രാവിലെ എത്തും. ഇനിയിപ്പോൾ വന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ചെയ്തതിൻ്റെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ഒന്നാമത്തെ ഈ ചെയ്ത റേഡിയേഷന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ റേഡിയേഷന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കാനും പറ്റിയിരുന്നില്ല, 2 ദിവസം കഴിക്കാനും പറ്റിയിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഇപ്പോൾ ചെയ്തതിന് എന്തൊക്കെയാണ് ആവോ, നാളെ വന്നാലറിയാം. എപ്പോഴെപ്പോഴും ഇങ്ങനെ കഴിക്കാനും കൊടുക്കണം, അതേപോലെ നീക്കാൻ തന്നെ പറ്റില്ല, കണ്ണ് തുറക്കാനും പറ്റില്ല, മുണ്ടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഡോസ് കൂട്ടിയിട്ടാണോ ചെയ്യണതൊന്നും അറിയില്ല. ഇനി വന്നാൽ തന്നെ അറിയുള്ളൂ. രാത്രി പോരും, രാവിലെ എത്തും. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പൂസ് മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 5 മണി വരെ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മളെ തറവാട്ടത്തെ കുട്ടികൾ. അപ്പോൾ ഞാൻ ഷോർട്ട് ഇട്ടതിൽ എല്ലാവരും ചോദിച്ചിരുന്നു ആരൊക്കെയാണ് അതെന്ന്. അപ്പോൾ നമ്മളെ തറവാട്ടത്തെ കുട്ടികളാണത്, 2 മക്കളാണത് കേട്ടോ. ഒരു വെക്കേഷനായപ്പോൾ വിരുന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ എല്ലാവരും വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് ഉണ്ടാവല്, കുട്ടികൾ പ്രത്യേകിച്ചും. അതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുള്ളൂ, ചെറിയ കളിയും പാച്ചിലെല്ലാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കയറി പോയിട്ട് അവിടുന്ന് വിശേഷം ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അനിയനും നാത്തനും കുട്ടി എല്ലാവരും വന്നു. അനിയൻ ശബരിമലയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു, 1 മണിക്കൂറോളം ഇവിടെ ഇരുന്നു, കുട്ടീനെ കളിപ്പിച്ച് അങ്ങനെ രസമായിട്ട് പോയി. അപ്പോൾ പോയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ തറവാട്ടിക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തറവാട്ടിക്കൊന്നും കയറിപ്പോഞ്ഞ സമയമല്ല. കാരണം ഇനിയിപ്പോൾ അമ്മയ്ക്ക് നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ സാധനമൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആണ് കൊടുക്കില്ല. നമ്മൾ സാധാ മറ്റേ മുട്ടയല്ലേ. അപ്പോൾ നമ്മളെ അടുത്തുള്ള നമ്മൾ നാസാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് മുട്ട വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. ഫോണത് എടുക്കണമെന്ന്. അപ്പോൾ അവിടെ നാടൻ കോഴീൻ്റെ നാടൻ മുട്ട ഉണ്ട്, വളർത്തുന്നുണ്ട് കോഴീനെ. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് വെച്ചപ്പോൾ കുറച്ച് മുട്ടയൊക്കെ അവിടെ നിന്ന് കിട്ടും, ഒരു 4-5 ദിവസം കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ അവിടെ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടിരൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പോവാ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി വരട്ടെ കേട്ടോ. പോവാ പോവാ നോക്കപ്പോ. ഇതൊക്കെ ഇപ്പോൾ രസമുണ്ടോ? ഇല്ലേ, എൻ്റെ അനിയൻ കൊണ്ടു തന്നതാട്ടോ. വാ, അപ്പോൾ നമ്മൾക്കൊന്ന് നടന്ന് വരാം കേട്ടോ. നമ്മളെ നസർ കാക്കാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. വാ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീടൊന്ന് കാണാനായി അല്ലേ. അപ്പോൾ വിറക് ഇതുവരെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. വിറക് ചതലൊടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എടുത്ത് കൊണ്ടുവരണം ഇങ്ങനെ വിചാരിക്കും, ഇതുവരെ അത് കൊണ്ടുവന്നിട്ടില്ല. കാക്കും താത്തൊക്കെ ഉണ്ടാവുന്നെ, കോഴിക്കളെ കാണാണ്ട്. എന്തായാലും പോയി ഒക്കെ വാ. അപ്പൊ നമ്മളെ മുട്ട തരുന്ന കോഴിക്കളാണല്ലേ? എന്താ മുട്ട? നമ്മളെ വലിയ കോഴി നമുക്കിത് പോയി വെക്കുക. താത്ത അകത്തുണ്ട് കേട്ടോ. നാസുവാക്കവിടെ പോയി. നമ്മള് മറന്നു തോന്നുന്നു, പേടിച്ച് പോണതാ കണക്ക. എന്നാലും
ഉള്ളൂ. 5 മുട്ട. ആൾക്കറിയോ ഈ കോഴിയുടെ മുട്ടേന്ന്? അങ്ങനെ മണക്കല്ലേ? എന്താ അങ്ങനെ മണക്കല്ലേന്ന്? എന്റെ അമ്മ എന്തൊരു മണ. ഇതാണ് ഒറിജിനൽ പനിനീര് വരണ സാധനം അല്ലേ? നമ്മള് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുഴിച്ചിട്ടിട്ടില്ല. കൊണ്ടോടെ ത്രില്ലുണ്ടാവില്ല, പിന്നെ അത് കുഴിച്ചിട്ടിട്ടാക്കാൻ. വെയിലും എല്ലാ റോഡ് സൈഡിലെ പൊടിയൊക്കെ തട്ടുമ്പോഴാണ് ഇത്. കോഴിക്കളൊക്കെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും പറയും ഒരു കോഴിവണ്ടി പോകുമ്പോഴേക്കും കോഴി വാങ്ങാന്നറിയും. ഒരു ആണുകോഴീനെ ഒരു പെണ്ണുകോഴീനെ വാങ്ങണം അറിയുന്നുണ്ട്. ഒന്നാമത് നമുക്ക് അമ്പലത്തേക്ക് ഇനി കോഴീനെ വേണ്ടേ. അപ്പൊ മാർച്ചൊക്കെ ആകുമ്പോഴേക്കിനും പൂജ ഉണ്ടാവും. അപ്പോഴേക്കിന് കോഴീനെ വളർത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പോയി നമ്മൾ വർത്താനം പറഞ്ഞത് എന്നത്തെയും പോലെ നേരം കുറേ ആയിട്ടോ. ഇനിയിപ്പോൾ ചെന്നിട്ട് മേൽക്കഴുകലും വിളക്കലും ഭയങ്കര പണിയാണ്. അപ്പോൾ മുട്ടയും കിട്ടി. ഇതിനപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉപ്പാനും ഉമ്മാനും കാണാൻ പറ്റിയില്ല കേട്ടോ. ഉമ്മാക്ക് എന്തോ വയ്യായി ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. നാസ്രാക്കാനെയും കണ്ടില്ല. നാസ്രാക്കയ്ക്ക് ഈ നേരം ആയാലും ഒരു കടയിൽ പോകലാണ്. താത്താനെ മാത്രമേ കണ്ടുള്ളൂ, താത്താനെയും മോളെ. വാ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ പുറത്തിറങ്ങിയാൽ കുറേ സമയം അങ്ങനെ പോകും. അപ്പോൾ വാ. അപ്പോൾ ഞാൻ ആയാലും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. തോരട്ടത് എടുത്ത് വെക്കണം, ഇനി വളർത്ത് വെക്കണം. എന്താണ് മുള്ള? വാ അതിലേ പപ്പടായിട്ടുണ്ട് ഉണങ്ങിയിട്ട്. ഇനി ഞങ്ങൾക്ക് വിളക്ക് വെക്കണം, മേല് കഴുകണം. വരേക്കോ? അപ്പോൾ അപ്പൂസ് വരേക്കിട്ടില്ല കേട്ടോ. എൻ്റെ വരേക്കിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്നാൽ ഇന്നത്തെ വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ. നാളെ ഞമ്മ വന്നിട്ട് ഉള്ള ഒരു പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഞങ്ങളെ എല്ലാ നല്ല കൂട്ടുകാർക്കും ബായ്.